മുൻ CPM ബ്രാഞ്ച് സെക്രട്ടറി പാർട്ടി വിട്ടു. RPI റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയിൽ NDക്കൊപ്പം പ്രവർത്തിക്കും. കോഴിക്കോട് പേരാമ്പ്ര പന്തീരക്കരയിൽ മുൻ CPM ബ്രാഞ്ച് സെക്രട്ടറി പാർട്ടി വിട്ടു. പന്തീരക്കര സ്വദേശി KS സജിത്ത് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയിൽ ചേർന്നു. LDF ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയ വികസന പദ്ധതികൾ നടപ്പാക്കാത്തതിനെ തുടർന്നാണ് CPM വിട്ടതെന്ന് സജിത്ത് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ RPI സ്ഥാനാർത്ഥികളില്ലാത്ത പഞ്ചായത്തുകളിൽ NDക്കൊപ്പം പ്രവർത്തിക്കുമെന്ന് സജിത്ത് പ്രഖ്യാപിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും ദുബായിലേക്ക്. ഗൾഫ് സന്ദർശനത്തിന്റെ അവസാന ഘട്ടമായാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം. രാവിലെ ദുബായിലെത്തുന്ന മുഖ്യമന്ത്രി ഇന്ത്യൻ കോൺസൽ ജനറൽ, ബിസിനസ് പ്രമുഖർ, ദുബായിലെ ഭരണകർത്താക്കൾ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തും. തിങ്കളാഴ്ച വൈകിട്ട് ദുബായ് ഖിസയിലെ അമിറ്റി സ്കൂളിൽ ഓർമ്മ കേരളോത്സവത്തിൽ മുഖ്യമന്ത്രിക്ക് സ്വീകരണം നൽകും. 5 ഗൾഫ് രാജ്യങ്ങളിലെ സന്ദർശനം ഇതോടെ ദുബായിൽ അവസാനിക്കും. ഡിസംബർ 2-ന് മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങും. ഏതായാലും 3 ദിവസത്തെ സന്ദർശനം തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ളതെന്നും ബഹിഷ്കരിക്കുമെന്നും ദുബായ് KMCC. മുൻകൂട്ടി തീരുമാനിച്ച സന്ദർശന പരിപാടി ബഹിഷ്കരിക്കുന്നത് എന്തിനാണെന്ന് അറിയില്ലെന്ന സംഘാടക സമിതി. 5 ഗൾഫ് രാജ്യങ്ങളിലെ സന്ദർശനം ദുബായിൽ അവസാനിക്കുകയാണ്. നേരത്തെ നവംബർ 1-നായിരുന്നു നിശ്ചയിച്ചിരുന്നത്. അന്ന് ദാരിദ്ര്യമുക്ത കേരളത്തിന്റെ പ്രഖ്യാപനത്തിനായി മടങ്ങിയതിനാൽ മാറ്റി. ഏതായാലും മുഖ്യമന്ത്രി ഇന്ത്യൻ കോൺസൽ ജനറൽ, ബിസിനസ് പ്രമുഖർ, ദുബായിലെ ഭരണകർത്താക്കൾ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണ് സന്ദർശനമെന്ന് കാട്ടിയാണ് KMCCയുടെ ബഹിഷ്കരണം. തൃശൂരിലെ പുലികളി സംഘങ്ങൾക്ക് ധനസഹായം വൈകാൻ കാരണം ടൂറിസം വകുപ്പിന്റെ അനാസ്ഥ. ചെലവ് കണക്ക് സംസ്ഥാന ടൂറിസം വകുപ്പ് നൽകിയില്ലെന്ന് സുരേഷ് ഗോപി. സംസ്ഥാന ടൂറിസം വകുപ്പിനെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പുലികളിക്ക് ധനസഹായം വൈകാൻ കാരണം ടൂറിസം വകുപ്പിന്റെ അനാസ്ഥയെന്ന് സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി. പുലികളി സംഘങ്ങളുടെ ചെലവ് കണക്ക് സംസ്ഥാന ടൂറിസം വകുപ്പ് നൽകിയില്ല. പുലികളി സംഘങ്ങൾക്ക് ധനസഹായം ഇനിയും ലഭിക്കാത്തത് വിവാദമായിരുന്നു. ഓരോ പുലികളി സംഘത്തിനും 3 ലക്ഷം രൂപയായിരുന്നു കേന്ദ്ര ധനസഹായം. സ്വന്തം ഇടപെടലിലൂടെയാണ് കേന്ദ്രത്തിൽ നിന്നും പണം വാങ്ങി നൽകിയതെന്നും സുരേഷ് ഗോപി വിശദീകരിച്ചു. കരുവന്നൂർ കൊണ്ട് അവസാനിച്ചുവെന്ന് ആരും കരുതണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കലിംഗ സദസ്സിൽ വെച്ച് ചോദ്യം ഉന്നയിച്ച ആനന്ദവല്ലി ചേച്ചിയോട് മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ തന്നെയാണ് പറഞ്ഞത്. 300ഓളം സഹകരണ ബാങ്കുകളിൽ ഇത്തരത്തിൽ അഴിമതികൾ നടക്കുന്നുണ്ട്. ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയം ഇതൊക്കെയാണ്. കേരളത്തിൽ എത്ര സ്കൂളുകൾ തകർന്നു വീണു? കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ചരിത്രമാണ് PM ശ്രീയിൽ ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ട് ആർക്കാണ് ഭയമെന്നും സുരേഷ് ഗോപി ചോദിച്ചു. നേമത്ത് സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സർപ്രൈസ് എൻട്രി. പ്രതികരിച്ച ശശി തരൂർ. കേരള രാഷ്ട്രീയത്തിലെ ഭാവി സാധ്യതകളെപ്പറ്റി സംസാരിച്ച ശശി തരൂർ താൻ നേതൃത്വത്തിന്റെ ഭാഗമാണെന്ന് തോന്നിയിട്ടില്ലെന്നും പാർട്ടിയോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ശശി തരൂർ പറഞ്ഞു. കോൺഗ്രസുമായുള്ള ബന്ധം എപ്പോൾ എവിടെയാണെന്ന ചോദ്യത്തിന് അത് തന്നോട് മാത്രം ചോദിക്കേണ്ടതല്ലെന്നും പാർട്ടി നേതൃത്വത്തോട് ചോദിക്കണമെന്നുമായിരുന്നു തരൂരിന്റെ മറുപടി. താൻ നേതൃത്വത്തിന്റെ ഒരു ഭാഗമാണെന്ന് പറയാൻ അത്ര ധൈര്യം തോന്നുന്നില്ല. കാരണം തനിക്കൊരു പ്രത്യേക സ്ഥാനം പാർട്ടി നൽകിയിട്ടില്ല. വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. പക്ഷെ വർക്കിംഗ് കമ്മിറ്റി കൂടുമ്പോൾ 10-200 പേരുണ്ടാകും. അപ്പോൾ അതിൽ വലിയൊരു സ്റ്റാൻഡിംഗ് ഉണ്ടോ എന്നറിയില്ല. പക്ഷേ താൻ കോൺഗ്രസിന്റെ MP ആണ്. അതിൻ്റെ ചില അവകാശങ്ങളുണ്ട്. പാർട്ടിക്ക് തൻ്റെ വല്ല ആവശ്യവുമുണ്ടെങ്കിൽ അവർ പറയുമല്ലോ എന്നും തരൂർ പറഞ്ഞു. നേമത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എന്ന ചോദ്യത്തിനുള്ള മറുപടി ആരും തന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ചിലപ്പോൾ ആദ്യത്തെ വാർത്ത വരും, താൻ ഒരിക്കലും ഒരു സ്ഥാനത്തിന് വേണ്ടി ആഗ്രഹിച്ചില്ല, തനിക്ക് സ്ഥാനമല്ല പ്രധാനം, എന്ത് ടൈറ്റിൽ കൊടുത്താലും ആ ടൈറ്റിൽ നാളെ മാറുമല്ലോ, താൻ ഇപ്പോഴേ മുൻ മന്ത്രിയായി കഴിഞ്ഞു, ഒരു ദിവസം മുൻ MP ആണ്, പക്ഷേ താൻ ശശി തരൂർ ആയിട്ടിരിക്കും, തനിക്ക് സ്ഥാനം തരുമെന്നും ഈ ടൈറ്റിൽ തരുമെന്നും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല, താൻ ചെയ്യാനും പോകുന്നില്ല, പാർട്ടി പ്രത്യേകിച്ചൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, അവർക്ക് പിന്നെ എൻ്റെ കഴിവ് അറിയുമെന്ന് വിചാരിക്കുന്നു, പാർട്ടി എന്ന് പറഞ്ഞാൽ താൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമെന്നും തരൂർ പറഞ്ഞു.